പ്രിയോ എല്ലാവർക്കും നമസ്കാരം. ഈ കടയ്യ എന്ന് പറഞ്ഞല്ലോ, പാലാഴി മദനം. ഇവിടെ നമ്മൾ കർമ്മസംബന്ധമായ അവതാരങ്ങളാണ്. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പാലാഴി കടച്ചില്ല. എന്താ, അസുരന്മാരെ കൊണ്ട് തലയും വാലും, ഈ അസുരന്മാരും സുരന്മാരും ആണല്ലോ, ഇവർ രണ്ടുപേരും ആ തലയും വാലും പിടിച്ച് കടയാനുള്ളത്. വേണമെങ്കിൽ പറയാം ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടെ എന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ നടന്നു പോകണമെന്നുണ്ടെങ്കിലുണ്ട്. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ ഇതൊരു കടച്ചിൽ തന്നെയാണ്. ഈ പറഞ്ഞ അമൃതം എടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഈ പറഞ്ഞ കടയൽ പോലെ തന്നെയാണ്. അതിലെന്താണ്, ഇടയ്ക്ക് ഈ കടകോൽ അങ്ങോട്ട് പോയി പോകും. അപ്പോഴാണ് ചിലരൊക്കെ വണ്ടിക്ക് തലവെച്ചിട്ടും വിഷം കഴിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ മരിക്കുന്നതൊക്കെ. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പോൾ പലരും പറയാറുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഈ കമടം, ഈ കൂർമ്മം, ഇതൊരു അനുഗ്രഹമായിട്ടുള്ള അവതാരമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ബേസ് ഉണ്ടല്ലോ. ചിലരെ സംബന്ധിച്ച് അത്, ചിലരെന്നല്ല ബഹുഭൂരിഭാഗം പേർക്കും എന്തൊക്കെ വരുമ്പോഴും നമ്മൾ അതിനെ അങ്ങോട്ട് താങ്ങുന്നുണ്ട്, എവിടെയോ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ കടച്ചിൽ വീണ്ടും നടത്തുന്നത്. അല്ലെങ്കിലോ ഇതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി പോകുമെന്ന് പറയും. എത്ര വരട്ടെ ഭാരം. ചിലരെ കുറിച്ച് പറയണത് എന്താ, ഇയാൾക്ക് ഇതൊന്നും മതിയായിട്ടില്ലേ എന്നാണ്. വീണ്ടും എടുത്ത് തലയിൽ വെച്ചു. അതെ, എങ്ങനെ വെക്കാതിരിക്കും? അപ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ വരുന്നോ, ആ ഉത്തരവാദിത്വങ്ങളൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ ചുമലിലേക്ക് നമ്മൾ പറയുന്നത് തന്നെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ എന്താ, എന്നെക്കൊണ്ട് വയ്യ ഇത് ചുമക്കാൻ, ഇത് താങ്ങാൻ എന്നാണ്. ഞാനിത് എവിടെയാണ് കൊണ്ട് ഇറക്കി വയ്ക്കുക? പലപ്പോഴും പലരും വേർപിരിയുന്നത് തന്നെ എനിക്കിത് ചുമക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു ചുമക്കലാണ്. സൂക്ഷ്മ രൂപത്തിൽ നമ്മൾ ചുമക്കുകയാണ് ഇതിനെയൊക്കെ. ഇതൊക്കെ ഒന്ന് എൻ്റെ തലേന്ന് എടുത്ത് ഒഴിവാക്കണം എന്നുണ്ട് ഈശ്വര. ഇതൊന്ന് ഇറക്കി വെച്ചാൽ ഞാൻ സ്വതന്ത്രനായി. ഇങ്ങനെയാ നമ്മുടെ പറച്ചിൽ തന്നെ. ഇതൊന്ന് ഇറക്കി വെച്ചാൽ. അപ്പോൾ ഈ അടിയിലൊരാൾ ഇതിനെന്താ, ആ ആൾ ആരാന്നറിയോ? കൂർമ്മമാണ്. ഈ കൂർമ്മത്തെ ഗീതയിൽ നന്നായി അവതരിപ്പിക്കുന്നു. കൂർമാങ്കാനി സർവശ ഇവ. എങ്ങനെയാണോ കൂർമ്മം, ജ്ഞാനിയാണ് കൂർമ്മം. അപകടം വരുന്ന സമയത്ത് അവൻ അതിൻ്റെ തലയും രണ്ട് മുന്നിലെ കൈകളും പിറകിലെ കാലും വാലും ഉള്ളിലേക്കാക്കും. ഇത് അപകടം, വല്ല കുറുക്കനോ നായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ഇതിൻ്റെ മുന്നിൽ പെട്ടാൽ ഇവനപ്പം ഉൾവലിക്കും. പിന്നെ ഈ നായയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നായ ഇങ്ങനെ നോക്കി നിൽക്കും കുറേ സമയം. നല്ല രസമാണ് ഇത് കാണാൻ. അവസാനം അതിന് മതിയാവും. ഇങ്ങനെ നോക്കി 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 നിന്നിട്ട് അതിൻ്റെ ഈ ഇരിപ്പ് ഇത് ശരിയാവാത്തപ്പോൾ അതങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് താടിയൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴും ഇവനറിയാം ഇവനിത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പതുക്കെ ഒന്ന് തല പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും മൂപ്പര് ചെല്ലുമ്പോൾ വീണ്ടും ഭഗവാൻ പറയണത് ഇങ്ങനെയാണ്. അത് പുറത്ത് കുഴപ്പമാണെന്ന് അറിഞ്ഞാൽ അപ്പം ഉള്ളിലേക്ക് വലിച്ചിരുന്നോളൂ, ആമയെ പോലെ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഈ ആമയുടെ മുകളിലാണ് വിളക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതാണ് അറിവിൻ്റെ പ്രതിഷ്ഠയാണ്. അതാണ് പ്രതിഷ്ഠയാണ്, അതിലാണ് ഉറച്ചിരിക്കുക. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ അങ്ങനെ വന്നത്. അല്ല കടകോലുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലല്ല. അറിവാണ് ജ്ഞാനം. വിളക്ക് അതിൻ്റെ സിമ്പലാണ്. അപ്പോൾ ഇതൊക്കെ വരട്ടെ, ഇതിനെയൊക്കെ ഉൾവലിച്ചുകൊണ്ട് ഇതിനെ അങ്ങോട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രജ്ഞ ഉറച്ചവൻ ആയിരിക്കണം നമ്മുടെ കർമ്മരംഗത്ത്. അല്ലാതെ ഇത് മുഴുവൻ ഇട്ട് താഴേക്ക് ഇടുന്നതായിരിക്കരുത്. പലതും വരും ജീവിതത്തിൽ, ഒരുപാട് വിപരീതങ്ങളായിട്ടുള്ളത് വരും. അതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യണം. എങ്ങനെ? ഇങ്ങനെ കൂർമ്മത്തിൻ്റെ പുറത്ത് എന്ന പോലെ ഒരു അറിവിൻ്റെ ഒരു പ്രതിഷ്ഠ ഉള്ളിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ മുകളിൽ നിന്ന് നിങ്ങൾ കടഞ്ഞോളൂ, കുടുംബക്കാരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ആയിക്കൊണ്ട് ഇതങ്ങോട്ട് കടച്ചിൽ പോയിക്കോളും. ഇങ്ങനെ കടയുമ്പോഴോ ആദ്യം വരിക എന്തായിരിക്കും? കാളകൂടം പോലുള്ള സാധനങ്ങളൊക്കെ.
നിങ്ങളുടെ വീട്ടിൽ വിവാഹം നടക്കട്ടെ, ആദ്യം വരുന്ന റിപ്പോർട്ട് എന്തായിരിക്കും? കാളൻ ശരിയായില്ല. അതാരാ പറയുക? അമ്മാവൻ തന്നെ, നിങ്ങളുടെ സ്വന്തം ആൾ. അല്ലെങ്കിൽ വേറെ ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല. ഈ സ്വന്തക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ട് വരും. അപ്പം എന്തൊക്കെ വരട്ടെ അതിനൊക്കെ നമ്മൾ എന്ത് വേണം? താങ്ങണം എന്ന് പറയും. തുടർന്ന് ധാന്വന്തരം 17ാമത്തെ ശ്ലോകത്തിൽ ധാന്വന്തരം ദ്വാദശമം ത്രയോദശമേവച്ച അപായത് സുരാനന്യാൻ മോഹിന്യ മോഹയൻ സ്ത്രീയ. 12ഉം 13ഉം അവതാരങ്ങൾ ഒറ്റ ശ്ലോകത്തിൽ ഒരുമിച്ച് പറയും. ധാന്വന്തരം ദ്വാദശമം, ധന്വന്തരിയാണ് 12ാമത്തേത്. ത്രയോദശമേവച്ച അപായത് സുരാനന്യാൻ മോഹിന്യ മോഹയൻ സ്ത്രീയ. 13ാമത്തത് മോഹിനി, 12ാമത്തത് ധന്വന്തരി, 13ാമത്തത് മോഹിനി. രണ്ടും ചേർന്ന് നിൽക്കുന്ന അവതാരങ്ങൾ. ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം. എന്താണ് ധാന്വന്തരം, ധന്വന്തരി? ധന്വന്തരി നേരത്തെ പൃഥുവിനെ കൊണ്ട് പറഞ്ഞതുപോലെയാണ്. ആയുർവേദ ആചാര്യനാണ് എന്ന് പറഞ്ഞാൽ കടഞ്ഞപ്പം അമൃതകുംഭവുമായി വന്ന ആളാണ്. ഈ കടഞ്ഞെടുക്കുന്നതാണ് അമൃത്, എല്ലാം കടഞ്ഞു കിട്ടുന്നത്. ഇന്ന് ലോകത്തിൽ കടഞ്ഞു കിട്ടിയിട്ടുള്ള അമൃതിനാണ് ഏറ്റവും വലിയ വില, അറിയും? ലോകത്തിൽ ഈ നമ്മുടെ നാട്ടിൽ കടഞ്ഞെടുത്തിട്ടുള്ള അമൃത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? കടൽ കടഞ്ഞെടുത്തിട്ടുള്ളത് പെട്രോൾ തന്നെ. ഈ പെട്രോൾ കടഞ്ഞെടുക്കുന്ന അമേരിക്ക എങ്ങനെയാണെന്നറിയോ? ഈ ഇസ്രായേലിനെ കടകോലാക്കി പലസ്തീനെ കയറാക്കിയിട്ട് കടയ്യ ഗൾഫിൽ, എന്നിട്ട് ഇവന്മാരെ അടിച്ചു മാറ്റുകയാണ്. പല സ്ഥലത്തും ഇവർ പല വിധത്തിൽ കടയുന്നുണ്ട്. ഇതൊരു തമാശയായിട്ട് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും കടഞ്ഞെടുത്ത സാധനമാണിത്. ഇതേപോലെ ഇപ്പോൾ പെട്രോൾ കടഞ്ഞെടുത്തു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളും ഓരോന്നും നമ്മുടെ അധ്വാനത്തിൽ, നമ്മുടേതായിട്ടുള്ള പ്രയത്നത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ പ്രയത്നത്തിൽ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പലതും കയ്പേറിയിട്ടുള്ളതും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയാറ്, രക്ഷിതാക്കൾ പ്രായമുള്ളവർക്ക് വല്ലാത്ത വിഷമാണ്. ഇതൊക്കെ അനാഥായി പോവുമല്ലോ എന്ന്. ഇവനിതൊക്കെ കട്ടുമുടിക്കുമല്ലോ, അല്ലെങ്കിൽ ഇവനിതൊക്കെ വിറ്റ് തൊലയ്ക്കുമല്ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇത്രയും പ്രയത്നിച്ച് എടുത്തത് പെട്ടെന്ന് പോകുന്നതാണ്. അതാണ് അതിൻ്റെ അടുത്ത അവതാരം. ആരാ? മോഹിനി. ഈ കടഞ്ഞെടുത്ത അമൃത് അസുരന്മാരിൽ നിന്ന് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച അവതാരമാണ് മോഹിനി. ഈ മോഹിനി നമ്മുടെ കൂട്ടത്തിലില്ല എങ്കിൽ ഇത് ആരൊക്കെ കൊണ്ടുപോകുമെന്ന് അറിയോ? കുബേർ കുഞ്ചി കൊണ്ടുപോകും, പിന്നെ വലംപിരി കൊണ്ടുപോകും, പിന്നെ ജ്യോത്സ്യന്മാർ കൊണ്ടുപോകും, സകലമാന. പിന്നെ നമ്മുടെ സ്വർണ്ണമായിട്ട് മകൾക്ക് കൊടുത്ത സ്വർണ്ണമായിട്ട് മരുമകൻ കൊണ്ടുപോകും. പിന്നെ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഇതെല്ലാം അടിച്ചു മാറ്റും. നമുക്ക് ധനം മാത്രമല്ല, കിട്ടിയിട്ടുള്ള അമൃതം എന്നാ പറയുന്നത്. അത് നമ്മുടെ യശസ്, നമ്മുടെ കീർത്തി, നമ്മുടെ സന്തതികൾ, ഇതെല്ലാം അമൃതാണ്. മരണമില്ലാത്തതാണ്. അതൊക്കെ മരണമില്ലാത്തതായിരിക്കണം. അതൊക്കെ ആര് കൊണ്ടുപോകും? അസുരന്മാർ കൊണ്ടുപോകും. അസുരന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സ്വഭാവവിശേഷം കൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ആ കിട്ടിയതിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പലരും നമ്മുടെയൊക്കെ പരാതി അതാണ്, എൻ്റെ കയ്യിൽ ഒന്നും നിൽക്കില്ല. ശരിക്കും സ്വാമി, ഞാനൊക്കെ ബോംബെയിൽ വന്നതുണ്ടല്ലോ, ഇവിടെയൊക്കെ ഏത് കാലത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ബോംബെയിൽ ഇന്ന് എങ്ങനെ ആയിരിക്കേണ്ട ആളാണെന്നറിയോ? എന്താ ചെയ്യുക എന്ന് ചിലരെക്കുറിച്ച് ചിലർ പറയുന്നത് എന്താണെന്നറിയോ? അയാളൊക്കെ ഈ അടുത്ത് വന്നതാ, അപ്പോൾ കണ്ടില്ലേ, നമ്മളൊന്നും കണ്ടാറിയില്ല. അയാൾ മലയാളം പോലും പറയില്ല, ഹിന്ദിയെ പറയുള്ളൂ. അയാൾ അന്ന് പറയുന്ന ഹിന്ദിയൊക്കെ വെറും പൊട്ടത്തരമായിരുന്നു. അപ്പം അയാൾക്ക് മറാഠിയെ പറയാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിലരെക്കുറിച്ചൊക്കെ പറയില്ലേ. പറഞ്ഞു വന്നത്, നമുക്കിത് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നതൊരു കലയാണ്.
നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാറ്റിനെയും സംരക്ഷിക്കുക. അതാരിൽ നിന്ന്? അസുരന്മാർ പാത്തിരിക്കുന്നു. ആരാ ഈ അസുരന്മാർ? അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും, ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്നതാണ് അസുരപ്രവർത്തികൾ. അപ്പോൾ അവരിൽ നിന്ന് ഇതിനെ സൂക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. ആ കാത്തു സൂക്ഷിക്കലാണ് മോഹിനിയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം. മോഹിനി മോഹിപ്പിച്ച് നിർത്തി എല്ലാവരും. അസുരന്മാരോടൊക്കെ പറഞ്ഞു കണ്ണടച്ചിരുന്നോളാൻ പറഞ്ഞു. അവസാനം കണ്ണു തുറക്കുന്നവർക്ക് തരാമെന്ന്. അവർ ജമ്മത്ത് കണ്ണു തുറന്നിട്ടില്ല. ഇങ്ങനെ വേണം നമ്മൾ കുട്ടികളെയൊക്കെ. നിങ്ങൾ ഇതുപോലെ മോഹിപ്പിക്കാറുണ്ടല്ലോ. SSLCക്ക് നീ ഇത്ര മാർക്ക് മേടിച്ചാൽ നിനക്ക് ഞാനൊരു സൈക്കിൾ മേടിച്ചു തരും. അപ്പോൾ മാർക്കൊക്കെ ആയി വന്നപ്പോൾ അവനോട് പറയുക +2 എന്തായാലും ഞാൻ മേടിച്ചു തരും. +2 കഴിഞ്ഞപ്പോൾ പറയാം ഡിഗ്രി കഴിയട്ടെ. നിങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം, വളരെ കലാപരമായിട്ട്. അതാണ് അതിൻ്റെ രസം. അപ്പം മോഹിനി അവതാരം, ഈ പറഞ്ഞ ധാന്വന്തരി, കൂർമ്മം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് വളരെ വളരെ പരമപ്രധാനമായിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും കർമ്മസംബന്ധമായിട്ടുള്ളതാണ് 13 വരെ. അപ്പം ജ്ഞാനം, കർമ്മം, അറിവിനനുസരിച്ച് പ്രവൃത്തി. ഇനിയോ നിവർത്തിയാണ്, വിരമിക്കലാണ്. 2 വിധത്തിൽ വിരമിക്കലുണ്ട്. ഒന്ന് സ്വാഭാവികമായ നിവർത്തി, പിന്നെയോ ഒന്ന് പ്രകൃതി തന്നെ ഇടപെടും. അതുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് 14ാമത്തെ അവതാരം, നിവർത്തിയുടെ അവതാരം. ഇവിടുന്ന് അങ്ങോട്ട് അതാണ്. ചതുർദശം 14. നാരസിംഹം വിപ്രദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈ വക്ഷ ഏരകാം ഖടകൃത് യഥാ. 14ാമത് നരസിംഹമായി അവതരിച്ചു. എന്താ നരസിംഹാവതാരത്തിൻ്റെ ഉദ്ദേശം? ഈ ഉദ്ദേശങ്ങളെല്ലാം നമ്മൾ മറന്നുപോകുന്നു. ഹിരണ്യകശിപു എന്ന് പറഞ്ഞ വിദ്വാൻ, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. ആരാണ് ഹിരണ്യകശിപു? ആരാണ് ഹിരണ്യാക്ഷൻ? പേരിലുണ്ട്. അസുരൻ രാജാക്കന്മാരായിരുന്നു. അസുരന്മാരിൽ പ്രബലന്മാരാണ്. ഹിരണ്യം എന്നാൽ സ്വർണം എന്നാണ്. ഹിരണ്യം രുക്മിണി എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ്, ധനം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനും രുക്മിണിയും തമ്മിൽ ആരാണ് രുക്മിണി ആരാണ് കൃഷ്ണൻ എന്ന് ആ രുക്മിണി സ്വയംവരത്തിന് ശേഷമുള്ള ദാമ്പത്യത്തിൽ അവർ വളരെ നന്നായി പറയുന്നുണ്ട്. ആ രുക്മിണി സ്വയംവരത്തിന് പുടവ കൊണ്ടുപോയി ഭാഗവതം കേൾക്കുന്നിടത്ത് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കുന്നു. എന്ത് ആലോചിച്ച് നോക്കണം. ശരിക്കും ഈ സംസ്കാരത്തെ നശിപ്പിക്കുന്നവർ ഇവരൊക്കെയാണ്. ഇവരാണ് ഇതിൻ്റെ ഘാതകന്മാർ, ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർ. നിങ്ങളുടെ കുട്ടിയുടെ കല്യാണം എങ്ങനെ നടക്കുന്നു കുട്ടിയോട് ചോദിക്കും, ആ കുട്ടി പറഞ്ഞു തരും. കുട്ടി പറഞ്ഞു വെച്ച ഒരാളുണ്ട്, അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അതെ, കുട്ടി തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. എന്തോ ആവട്ടെ, അത് വേറെ വിഷയം. അതുമായിട്ട് ഇതിൽ ബന്ധമൊന്നുമില്ല. ഭാഗവതത്തിൽ ഇതൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വിവാഹം നടക്കുന്നു. അപ്പോൾ ഈ കശിപു ചേട്ടൻ, കശിപു എന്ന് ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിലേക്ക് കണ്ണ് വെച്ചിരിക്കുന്നവൻ. അവനുണ്ടാക്കിയ പരസ്യമാണ് സ്വർണം വീട്ടിൽ വച്ചിട്ടെന്തിന്. അതെ, ഈ ഹിരണ്യാക്ഷൻ്റെ പരസ്യമാണത്. അത് നിങ്ങളുടെയൊക്കെ കഴുത്തിലിരിക്കുന്ന സ്വർണം കണ്ടിട്ട് ഇവരിങ്ങനെ പരസ്യം ഉണ്ടാക്കിയത്. എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കാശിന് വേണ്ടി അവിടെ ഇവിടെ ചോദിച്ച് നടക്കുന്നത്? നിങ്ങളുടെ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം അതിൽ ഇവർക്ക് കണ്ണുണ്ട്, അല്ല നിങ്ങളെ സഹായിക്കുക എന്നുള്ളതല്ല. അപ്പം സ്വർണത്തിലേക്ക് കണ്ണുവെച്ചിരിക്കുന്നവൻ ആരോ അവനാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാലോ, കശിപു എന്ന് പറഞ്ഞാൽ തലയിണ
മഞ്ചൽ, ഈ വിശ്രമം കൊള്ളുന്ന സ്ഥലം, അതൊക്കെയാണ്. അപ്പം സ്വർണത്തിൽ വിശ്രാന്തി കൊള്ളുന്നവനാര്? അവനാണ് കശിപു, ഹിരണ്യകശിപു. അപ്പം സ്വർണത്തിലാണ് ആ. കാരണം ഈ ഹിരണ്യകശിപുക്കൾ എങ്ങനെയാണ് പറയുകയെന്നറിയോ? ഉസ്കോ ടീ കർദോ എന്ന് പറയും ബോംബെ ഭാഷയപ്പോൾ. അവന് ശരിയാക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരെയാക്കണം എന്നാ? അല്ല, കുച്ച് ദേദോന യാർ, എന്തെങ്കിലും കൊടുത്ത് വേഗം ശരിയാക്ക് എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ഈ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡിൻ്റെയും ബലത്തിലാണ് കാര്യങ്ങളെ മുഴുവൻ നീക്കണത്. അങ്ങനെ ഈ കാർഡ് 3-4 എണ്ണം പോക്കറ്റിൽ വെച്ചിരിക്കുന്നത് ആര്? അവനൊക്കെ ഹിരണ്യകശിപുവ. അപ്പം നിങ്ങളുടെ പോക്കറ്റിലൊക്കെ ഇതുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കശിപുക്കൾ എന്നല്ല. പക്ഷേ ഈ കശിപുക്കൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? എന്താ ഹിരണ്യകശിപു ചെയ്തത്? അത് നമ്മൾ പഠിക്കേണ്ടത് അതാണ്. ഹിരണ്യകശിപു വരം മേടിച്ചു. എന്താ ഹിരണ്യകശിപുവിൻ്റെ വരം? ഞാൻ വധിക്കപ്പെടരുത്, കൊല്ലപ്പെടരുത്, മരണം എനിക്കുണ്ടാവരുത്. എങ്ങനെ ഞാൻ മരിക്കരുത്? ഞാൻ രാത്രി മരിക്കരുത്, രാവിലെ മരിക്കരുത്. ഞാൻ വീട്ടിനകത്തുനിന്ന് മരിക്കരുത്, വീട്ടിന് പുറത്തുനിന്ന് മരിക്കരുത്. ഞാൻ മുകളിൽ നിന്ന് മരിക്കരുത്. ഇനി പ്ലെയിൻ ക്രാഷ് ആയിട്ട് മുകളിൽ നിന്ന് മരിക്കാൻ പാടില്ല, താഴെ റോഡ് ആക്സിഡൻ്റ് ആയിട്ടും മരിക്കാൻ പാടില്ല. ഇങ്ങനെ മുകളിൽ നിന്നും പാടില്ല, താഴെയൊന്നും പാടില്ല, അകത്തു നിന്ന് പാടില്ല, പുറത്തു നിന്ന് പാടില്ല, രാത്രി പാടില്ല, പകല് പാടില്ല, മൃഗങ്ങളാൽ പാടില്ല, ആയുധങ്ങളാൽ പാടില്ല. പോരെ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ലൂപ്പ് ഹോളുകളും അടയ്ക്കുന്നവനാണ് ഹിരണ്യകശിപു, അടച്ചവനാണ്. ഇവനറിയില്ല ഇതിൻ്റെ ഇടയിലൊരു സ്പേസ് ഉള്ള കാര്യം. അതാ നമ്മളും മറന്നു പോകുന്നത്. രാത്രിയുടെയും പകലിൻ്റെയും ഇടയിലൊരു സന്ധ്യയുണ്ട്. അകത്തും പുറത്തുമല്ലാത്തൊരു ഉമ്മറപ്പടിയുണ്ട്, ഭഗവാന്റെ മടിത്തട്ടുമുണ്ട്, മുകളിലും താഴെയുമല്ലാത്ത. ആയുധവും മനുഷ്യനും മൃഗവും അല്ലാത്തൊരു രണ്ടിൻ്റെ ഇടയിലുള്ളത് ആയുധമല്ലാത്ത നഖം എന്ന് പറഞ്ഞാൽ ഇതോ ഈ ഇടയിലൊക്കെ ഇത് പതിയിരിക്കുന്നു. നമുക്കറിയാം ഒരുപാട് ആളുകളുടെ ഉദാഹരണം നിങ്ങൾക്കും അറിയാലോ. ഇപ്പം നോക്കൂ, നമ്മുടെ മഹാരാഷ്ട്രയിൽ വലിയൊരു ലീഡറായിരുന്നല്ലോ ഗോപിനാഥ് മുണ്ടേജി. അദ്ദേഹം ഇങ്ങനെയാണോ അദ്ദേഹം വിട്ടുപോകേണ്ടിയിരുന്നത്? ശരിക്കും പറഞ്ഞാൽ അല്ലല്ലോ. ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്, ക്യാബിനറ്റ് റാങ്ക് മന്ത്രിയാണ്, സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഉണ്ടായിരിക്കേണ്ടതും എല്ലാം ആണ്. പക്ഷെ എന്തു സംഭവിക്കുന്നു? നമ്മൾ എങ്ങനെയൊക്കെ സുരക്ഷ തീർക്കാൻ ശ്രമിച്ചാലും അതിനിടയിലൊരു സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ സീറ്റ് ബെൽറ്റിനെ കുറിച്ച് പറയും. സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഇതാണ് ചിന്മയാനന്ദ സ്വാമികളോട് പണ്ട് തപോവൻ സ്വാമിജി ചോദിച്ചത്. തപോവൻ സ്വാമിക്ക് തീരെ അസുഖമായിട്ട് വല്ലാതെ വിഷമം അനുഭവിക്കുമ്പം ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു, നമുക്ക് ഡൽഹിയിൽ പോവാം, ഡൽഹിയിൽ പോയിട്ട് കുറച്ച് ഭേദപ്പെട്ട ചികിത്സ നേടാമെന്ന് പറഞ്ഞു. അപ്പോൾ തപോവൻ സ്വാമിജി ചോദിച്ചു, ചിന്മയ, ഡൽഹിയിൽ ആരും മരിക്കാറില്ലേ എന്ന്. സ്വാമി വളരെ പ്രാക്ടിക്കലാണ് തപോവൻ സ്വാമികൾ. ചിന്മയാനന്ദ സ്വാമിജി പ്രാക്ടിക്കൽ അല്ലാഞ്ഞിട്ടല്ല, സ്നേഹവും വല്ലാത്തൊരു സ്വാമിജി തന്നെ പറയുന്നത് എൻ്റെ വിവരക്കേട്, അല്ലാതെ എന്താ പറയുക. എന്നാലും എവിടെയൊക്കെയോ എൻ്റെ മാനുഷികമായ ഭാവങ്ങൾ എന്നെ എൻ്റെ ഗുരുദേവനോടുള്ള അഗാധമായ പ്രേമത്തിൽ നിന്ന് ഞാനൊരു വിവരക്കേട് പറഞ്ഞു. അപ്പോഴും ആ ദൃഢവൈരാഗിയായിട്ടുള്ള ആ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന അതിന് ആ കാര്യം പറയാൻ വേണ്ടി പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഒരു കുറവുണ്ടായിട്ടില്ല എന്ന് പറയും. എന്നോട് വളരെ ലളിതമായി ശാന്തനായി ചോദിച്ചു, ചിന്മയ, ഡൽഹിയിൽ ആരും മരിക്കാറില്ലേ എന്ന്. ഞാൻ പൊട്ടിക്കരയായിരുന്നു അത് പറഞ്ഞു, അത് കേട്ടപ്പോൾ എന്ന് പറയും ചിന്മയാനന്ദ സ്വാമി. അപ്പോൾ ഈ പഴുതുകൾ നമ്മൾ അടയ്ക്കുന്നു. എന്താ ചെയ്യുന്നത്? ചെറിയ കാര്യത്തിന് വേണ്ടി, വിദഗ്ധമായ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മരുന്ന് കൊണ്ടുവരുന്നു. നമ്മളൊക്കെ പലരും പറയുന്നു, എന്ത് വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് എൻ്റെ കുട്ടിയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ
തിരിച്ചെടുക്കണം, ജീവിപ്പിക്കണം എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആശുപത്രിയെ അടിച്ചു പൊളിക്കുന്നു. അപ്പം നമ്മൾ ഈ പഴുതടയ്ക്കാൻ ശ്രമിക്കുകയാണ്. മൃത്യുവിൻ്റെ പഴുതടയ്ക്കാൻ ശ്രമിക്കുന്നവർ, മൃത്യുവിനെ ജയിക്കാൻ വേണ്ടി വരം മേടിക്കുന്നവർ ഓർക്കേണ്ടുന്ന അവതാരമാണ് നരസിംഹാവതാരം. നിങ്ങൾക്കത് അടയ്ക്കാൻ സാധിക്കില്ല. നിങ്ങൾ ധനം കൊണ്ടാണ് അത് അടയ്ക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത. ഹിരണ്യകശിപു അങ്ങനെ അടയ്ക്കാൻ ശ്രമിച്ച ആളാണ്. അത് സാധിക്കില്ല. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാൽ അത് വളരെ നമ്മുടെയൊക്കെ ജീവിതം എടുക്കാൻ ഇതൊക്കെ സുരക്ഷിതമായി സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചവരും ലോകം വിട്ടു പോണതൊക്കെ വലിയ രസമാണ്. ബാത്റൂമിലൊന്ന് വീണു എന്ന് പറയും. എന്താ, സോപ്പിൻ്റെ ഒരു കുമിള അതിൽ ചവിട്ടി കാല് തെന്നി തല പോയിട്ട് മെഡുല ഒബ്ലോങ്കട്ട പോയിട്ട് ക്ലോസറ്റിന് ഇടിച്ചു. ഓരേ എന്താ കുളി കഴിഞ്ഞ് വരാത്തത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒടുക്കത്തെ കുളി കുളിച്ചുകൊണ്ടിരിക്കുക മൂപ്പര്. കുറേ നേരമായി. അപ്പം ഇടയ്ക്കൊന്ന് പോയി മുട്ടുന്നുണ്ട്, വെള്ളത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അപ്പം ആരോ ചോദിച്ചു, കുളിച്ചോട്ടെ എന്ന്, നിങ്ങളെന്താ ബാത്റൂമിൽ സൗകര്യം കൊടുക്കില്ലേ? അല്ല, പതിവിലും ഒരു കുളിക്കട്ടെ, ആസ്വദിച്ച് കുളിക്കട്ടെ എന്ന് ആരോ പറഞ്ഞപ്പോൾ അത്ര അങ്ങോട്ട് കാര്യമാക്കിയില്ല. എന്തോ പന്തികേടുണ്ട് നോക്കി തട്ടി ചവിട്ടി തുറന്നപ്പോഴാണ് കാര്യപ്പോഴേക്കും കഴിഞ്ഞിരിക്കുന്നു. പുതിയ വീട് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രനൈറ്റാണ്. വീട്ടിൽ കൂടലിന് മൂപ്പര് പല പല പദ്ധതികൾ ആസൂത്രണം ചെയ്തതാണ്. മറ്റന്നാളാണ് വീട്ടിൽ കൂടൽ. എല്ലാം കഴിഞ്ഞ് ഒരു ട്രയൽ നിലയ്ക്ക് പോയതാണ്. അതിൻ്റെ തലേന്ന് ഈ പോയത് ഗണപതി ഹോമം അന്ന് കഴിച്ചു. അപ്പോൾ അവിടുന്ന് പഴവും ഇതും എല്ലാം കൂടെ മുറിച്ച് പ്രസാദാക്കി എല്ലാവർക്കും കൊടുത്തു. ഏതോ വിവരദോഷി ഒരു വട്ടത്തിൽ പഴം മുറിച്ചതിൻ്റെ ആ വട്ടത്തിലുള്ള കഷ്ണത്തിൻ്റെ തൊലി ഇങ്ങനെ എടുത്തു താഴെ വീണു. ഈ ഇറ്റാലിയൻ മാർബിളിൽ കാരണവർ നടന്നതാ. ടാങ്. പിന്നെ തലയടിക്കലും സ്റ്റെപ്പിൽ ഇങ്ങനെ സുറുസുറ താഴെ വീഴലും ഒരാഴ്ച ആശുപത്രി കിടക്കലും എന്നേക്കുമായിട്ട് പരലോകം പ്രാപിക്കലും. ഒരു പഴത്തിൻ്റെ തൊലി മുഴുവൻ വേണ്ട, ഒരു സോപ്പ് കുമിള ധാരാളം. എന്തിന്? ഈ ലോകം ഇവിടുന്ന് വിട്ടുപോവാൻ. ഒരു മണി വറ്റ് അന്നനാളത്തിലേക്ക് പോകുന്നതിന് പകരം ശ്വസനനാളത്തിലേക്ക് പോകുന്നതിന് ശ്രമം നടത്തിയാൽ മതി. ചിലപ്പോൾ അത് മതി. കാരണം അതുകൊണ്ട് ഈ പഴുതുകൾ അടയ്ക്കാൻ നാം ശ്രമിക്കുന്നത് വൃഥാവിലാണ്. അതൊരു ബലമായ ഒരു പിടുത്തമാണ്. അതാണ് ഈ ദ്വന്ദ്വങ്ങൾക്കിടയിൽ മൃത്യു ഒളിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു അവതാരമാണ്. അല്ലാതെ പകുതി മനുഷ്യനും പകുതി സിംഹവുമായിട്ട് ഒരാൾ വന്നിട്ട് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ദാരുണമായി കൊല ചെയ്യേണ്ടതില്ല. സിമ്പിളായിട്ട് ആലോചിച്ചാൽ പോരെ. ഈ ദൈവത്തിന് എന്തിനാ ഇങ്ങനത്തെ പൊല്ലാപ്പ് വരൊക്കെ കൊടുക്കുന്നത്? ഇത് കൊടുത്തിട്ടല്ലേ ഈ കുഴപ്പം? ഇത് കൊടുക്കണ്ടെന്ന് വെച്ചാൽ പോരെ. അതാണ് ഈ പ്രഹ്ലാദൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രഹ്ലാദനോട് പറഞ്ഞു. പ്രഹ്ലാദൻ കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ് ആൾ. ഇതൊക്കെ ഹിരണ്യകശിപു ചേട്ടൻ്റെ വധമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പ്രഹ്ലാദനടുത്ത് നിന്ന് ഒരു സ്തുതിയൊക്കെ നടത്തി. അപ്പോൾ സ്തുതിച്ചൊക്കെ ഉടനെ തന്നെ ഭഗവാൻ എന്താ പറയുന്നതെന്നറിയാം. ചോദിക്ക്, നിനക്കെന്താ വരം വേണ്ടത്? അപ്പോൾ പ്രഹ്ലാദൻ പറയാം, ഒരു വരം കൊടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു വരം കൊടുത്തതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. പ്രഹ്ലാദൻ പറയുന്നതാ ഭാഗവതത്തിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് വരം വേണം, വരം ചോദിക്കാൻ പറയരുത്. എനിക്കൊരു വരവും വേണ്ട എന്നതാണ് എൻ്റെ വരം. എൻ്റെ അച്ഛൻ ഈ വരമൊക്കെ മേടിച്ചിട്ടാണ് ഈ കുഴപ്പമായത്. അതാണ് പ്രഹ്ലാദനാണ് ഭക്തൻ എന്ന് പറയും. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫാൻസ് അസോസിയേഷനല്ല, അറിവുള്ളവനാണ് ഭക്തൻ. പ്രഹ്ലാദനാണ് അത് പറയും.
അപ്പോൾ നരസിംഹാവതാരം ഇവിടുന്ന് അങ്ങോട്ടുള്ള നിവർത്തിയുടെ ബലമായ നിവർത്തിയാണ് ഇത്. അടുത്തതോ അതിലും ഗംഭീരനാ. ഇതൊക്കെ ഇനിയുള്ളതെല്ലാം അളന്നെടുക്കുന്ന പരിപാടികളാണ്. പഞ്ചദശം വാമനകം കൃത്വാഗാധധ്വരം ബലേഹ പദത്രയം യാജമാന പ്രത്യാദിത്സു സ്ത്രീവിഷ്ടഭം. അടുത്തതാരാണ്? പഞ്ചദശം വാമനകം, 15ാമത് വാമനാവതാരം. എന്താ മൂപ്പര് ചെയ്ത്? കൃത്വാഗാത് അധ്വരം ബലേഹേ, ബലിയുടെ പദത്രയം യാജമാന, 3 അടി യാചിച്ചുകൊണ്ട് വന്നു. ആരാ ബലി? മോനെ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, വേണ്ട, കുഴപ്പമില്ല. പദത്രയം യാജമാന, 3 അടി യാചിച്ചു വന്നു. നമ്മൾ ഈ മഹാബലിയുടെ കഥയുമായി ഓണത്തെ ചേർത്ത് പഠിച്ചിട്ടുണ്ട്. അത് വേറൊരു അബദ്ധം. ഒരു ബന്ധവുമില്ലാത്തതാണ് ഓണവും മഹാബലിയായിട്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മഹാബലി എന്ന് പറഞ്ഞിട്ട് ഒരു ഡീസൻ്റ് ആൾ, ഡീസൻ്റ് ഉസ്മാൻ. മഹാബലി നാട് വാണിടും കാലം മാനുജരെല്ലാവരും ഒന്നുപോലെ. പിന്നെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. അതിൽ ഒരു വരി ഇതാണ്: എള്ളോളമില്ല പൊളിവചനം എന്ന്. പൊളിവചനത്തിൻ്റെ എന്താ പറയുക, MD ആണ് മഹാബലി, ബലി. ഭാഗവതം വെച്ച് നോക്കുകയാണെങ്കിൽ പൊളിവചനത്തിൻ്റെ MD ആണ്. നമ്മൾ ഭാഗവതത്തിൽ കാണുന്നത്. അപ്പോൾ ആ നല്ലൊരു ഭരണം നടത്തിയിരുന്ന ആളുടെ ഭരണത്തിൽ അസൂയ പൂണ്ട് അയാളെ ചവിട്ടി താഴ്ത്തിയിട്ട് വേറൊരാൾ അധികാരത്തിൽ വന്നതാണ്. നമുക്ക് പിന്നെ ഈ രാഷ്ട്രീയമൊക്കെ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ അതിനെ അങ്ങോട്ട് മനസ്സിലാക്കുകയും ചെയ്യും. കേരളം പറയുന്ന ഒരു കഥയുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട്. അതിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിന്ദു ധർമ്മത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറ്റവും കൂടുതൽ കുറേയും കൂടെ ശാസ്ത്രീയവും യുക്തിഭദ്രവുമായിട്ട് ആചരിക്കുന്നത് കേരളം വിട്ടുകഴിഞ്ഞാലുള്ള സ്ഥലങ്ങളിലാണ്. നിങ്ങൾക്കറിയാലോ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇത് അവിടെ ഈ പറഞ്ഞ പോലെ അക്ഷയ തൃതീയ പോലെ ആരോ തട്ടിക്കൂട്ടിയ ഒരു സാധനമാണ് ഇത് ഒരു കാലത്ത്. ഇപ്പോഴും കേരളത്തിലിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗം പേരുടെയും ധാരണ കേരളം എന്ന പേര് തന്നെ കേരം എന്ന് പറയുന്ന വൃക്ഷവുമായി ബന്ധപ്പെട്ടെന്നാണ്. പോരെ, നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ധാരണ. പക്ഷെ അതാണോ? അല്ലല്ലോ. കേരളരാജൻ നാട് ഭരിച്ചതുകൊണ്ടാണ് കേരളം എന്ന് പേര് വന്നതെന്ന് പഴയ ചരിത്രം പഠിച്ചവർക്കറിയാം. പുതിയ ചരിത്രത്തിൽ നമ്മൾ എന്തു പറയും? കേരം തിങ്ങും കേരള നാട്. പിന്നെ പ്രാസത്തിന് വേണ്ടി നമ്മൾ പറയും KR ഗൗരി ഭരിച്ചിടും എന്ന്. അത് നടന്നിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്തോ ആവട്ടെ, ഇവിടെ ഇപ്പോൾ ഭാഷാ പഠനമോ ചരിത്രമോ അല്ല പറഞ്ഞു വരുന്നത്. ഭാഗവതത്തിലെ കഥ നമുക്ക് പറയാം. അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം ചെയ്ത് അസുരന്മാർ പ്രബലന്മാരായിരിക്കുന്ന കാലം. അപ്പോൾ ദേവന്മാരുടെയും കൂടെ എല്ലാവരുടെയും സാമ്രാജ്യം ഭരിക്കുന്ന അധിപനായിട്ടുള്ള ആളാണ് ബലി. ആ ബലിയുടെ അടുത്തേക്കാണ് വാമനൻ ഒരു ചെറിയ പയ്യനായിട്ട് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ബലി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ യാഗം ചെയ്യുകയായിരുന്നു.